നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കാസർഗോഡ് സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ടൗണിലെ പെട്രോൾ പമ്പിന്റെ ജനലിളക്കി മോഷണം. മേശവലിപ്പിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പണവും കള്ളൻ കൊണ്ടുപോയി. സ്ഥലം തട്ടിത്തിരിച്ചതിനെ തുടർന്ന് ഏത് സമയത്തും ഇടിഞ്ഞു വീണേക്കാവുന്ന അവസ്ഥയിൽ ഒരു വീട്. നായന്മാർ മൂലയിലെ അഹമ്മദിന്റെ വീടാണ് അപകടാവസ്ഥയിലുള്ളത്. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. NA നെല്ലിക്കുന്ന് MLA ശിലാസ്ഥാപനം നടത്തി. മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ ആവേശക്കാഴ്ചയൊരുക്കി കേസരടൊഞ്ചി ദിന. മണ്ണിനെ തൊട്ടെറിഞ്ഞ ഗ്രാമീണ കായികോത്സവം ശ്രദ്ധേയമായി. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മാങ്ങാട് ആര്യടുക്കം ഹൌസിലെ കലന്തർ ഷാഫിയാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ജനാധിപത്യ സംരക്ഷണ പോരാട്ട സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥയിൽ RSSന്റെ പങ്കിനെയൊക്കെ വികൃതമാക്കി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ബോധപൂർവമാണ് എന്ന് ഞാൻ കരുതുകയാണ്. രാഷ്ട്രീയ നേട്ടമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സഖാവ് മുഖ്യമന്ത്രിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അങ്ങ് ക്രൂരതയാണ് കാട്ടിയത്. RSSകാർ ഇതിലൊന്നും പങ്കെടുക്കാത്തവരാണെന്ന് പറഞ്ഞപ്പം അങ്ങയുടെ പാർട്ടിയുടെ സമാരാധ്യനായ നേതാവ് EMS, ഓട്ടോബയോഗ്രഫി ഓഫ് EMS, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു തട്ട വായിക്കുക. അതിൽ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു, പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ജലന്ധറിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. ആ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അത് പിൻവലിക്കുമോ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം തെറ്റുപറ്റിപ്പോയി എന്ന്, എൻ്റെ പ്രസ്താവന തെറ്റായിപ്പോയി എന്ന് പറയുമോ എന്ന് ഗവർണർ എന്ന നിലയ്ക്കല്ല, കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. റിട്ടയർഡ് ഗവൺമെൻറ് സെക്രട്ടറി K ഗോപാലകൃഷ്ണ ഭട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്കൃത ഭാരതി ദേശീയ ഉപാധ്യക്ഷൻ ദിനേശ കാമത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, V രവീന്ദ്രൻ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ചടങ്ങിൽ നടന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവരും ക്രൂരമായ പീഡനങ്ങൾക്കിരയായവരും ജനാധിപത്യ സംരക്ഷണ പോരാളികളും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഉൾക്കടലിൽ കുടുങ്ങിയ ബോട്ട് കരയ്ക്കെത്തിക്കുവാനുള്ള ശ്രമം ഊർജിതം. കൊല്ലത്ത് നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ടഗ് ബോട്ടാണ് കുടുങ്ങിയത്. 6 തൊഴിലാളികളാണ് ബോട്ടിലുള്ളത്. ദൃശ്യങ്ങളിലേക്ക്. കൊല്ലത്ത് നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന ടഗ് ബോട്ടാണ് മഞ്ചേശ്വരത്ത് ഉൾക്കടലിൽ കുടുങ്ങിയത്. സിറിയയിൽ നിന്നും 6 നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് കുടുങ്ങിയത്. 6 തൊഴിലാളികളാണ് ബോട്ടിലുള്ളത്. വിവരമറിഞ്ഞ് കോസ്റ്റൽ പോലീസിന്റെ ഒരു റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. എഞ്ചിൻ തകരാറാണ് ബോട്ട് കടലിൽ കുടുങ്ങുവാൻ കാരണമായതെന്നായിരുന്നു ആദ്യത്തെ നിഗമനം. എന്നാൽ മറ്റ് സാങ്കേതിക പ്രശ്നമാണ് ബോട്ടിനുള്ളതെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. കുടുങ്ങിയിരിക്കുന്നത് വലിയൊരു ടഗ് ബോട്ടാണ്. അതിനാൽ തന്നെ ഷിറിയയിലോ മഞ്ചേശ്വരത്തോ തീരത്ത് ബോട്ട് അടുപ്പിക്കുവാൻ സാധിക്കില്ലെന്നാണ് കോസ്റ്റൽ പോലീസ് പറയുന്നത്. ബോട്ടിലുള്ളവരിൽ നിന്നും 2 പേരെ കരയ്ക്കെത്തിച്ച് തകരാർ പരിഹരിക്കുവാനുള്ള ആളുമായി തിരിച്ച് ടഗ് ബോട്ടിലേക്ക് പോകുവാനാണ് തീരുമാനം. ഇതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബോട്ടിലുള്ളവരെല്ലാം സുരക്ഷിതരാണെന്നും കോസ്റ്റൽ പോലീസ് അറിയിച്ചു. സമയം കൂടുതൽ വേണ്ടി വരുമെങ്കിലും ബോട്ടിന്റെ തകരാർ പരിഹരിക്കുവാനാകുമെന്നും മുംബൈയിലേക്ക് പോകുവാൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചെറുവത്തൂർ ടൗണിലെ പെട്രോൾ പമ്പിന്റെ ജനലിളക്കി മോഷണം. മേശവലിപ്പിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പണവും കള്ളൻ കൊണ്ടുപോയി. ജനലിളക്കി അതിലൂടെ രാത്രിയിൽ പെട്രോൾ പമ്പിന്റെ ഓഫീസിൽ കയറിയാണ് മോഷണം നടത്തിയത്. ഓഫീസിൽ സൂക്ഷിച്ച മൊബൈൽ ഫോണും പണവുമാണ് കള്ളൻ കൊണ്ടുപോയത്. ചെറുവത്തൂർ ടൗണിലെ ദേവി ഏജൻസീസ് പെട്രോൾ പമ്പിലാണ് മോഷണം നടന്നത്.
ഓൺലൈൻ ഇടപാടുകൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന 15,000 രൂപ വില വരുന്ന ഫോണും 5,000-ഓളം രൂപയുമാണ് നഷ്ടപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 10-ന് ജീവനക്കാർ പമ്പടച്ചു പോയി രാവിലെ 5:30 തുറക്കാനെത്തിയപ്പോഴാണ് ഓഫീസിന്റെ വടക്കുഭാഗത്ത് ചില്ല് ജനൽ വഴി അകത്ത് കടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ജീവനക്കാർ വിശ്രമിക്കുന്ന മുറിയുടെ പൂട്ടിന്റെ ഓടാമ്പൽ തകർത്ത് സാധനങ്ങൾ വാരി വലിച്ചിടുകയും ചെയ്തു. ഓഫീസ് മുറിയിലേക്ക് പ്ലാസ്റ്റിക് വീപ്പ ഉരുട്ടിവെച്ച് ജനലിളക്കി കടന്ന കള്ളൻ ഓഫീസിനകത്തെ നിരീക്ഷണ ക്യാമറയുടെ ബന്ധം വിച്ഛേദിച്ചാണ് മേശവലിപ്പ് തകർത്ത് പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ചത്. പമ്പ് മാനേജറുടെ പരാതിയിൽ ചന്തേര പോലീസ് പമ്പിലെത്തി അന്വേഷണം ആരംഭിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഏത് സമയത്തും ഇടിഞ്ഞു തകർന്ന് വീണേക്കാവുന്ന അവസ്ഥയിൽ ഒരു വീട്. നായന്മാർ മൂല പടിഞ്ഞാറേ മൂലയിലെ ഭാഗഫി നഗർ റോഡിന് സമീപത്തെ അഹമ്മദിന്റെ വീടാണ് അപകടാവസ്ഥയിലുള്ളത്. തൊട്ടടുത്ത സ്ഥലം തട്ടുതിരിച്ചതിനെ തുടർന്നാണ് അഹമ്മദിന്റെ വീടിന് ഈ അവസ്ഥയുണ്ടായത്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള 6ഓളം പേർ അപകടം പ്രതീക്ഷിച്ച് ഭീതിയോടെയാണ് ഈ വീട്ടിൽ കഴിയുന്നത്. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന നായന്മാർ മൂല പടിഞ്ഞാറേ മൂലയിലെ അഹമ്മദ് ഒട്ടേറെ ജീവിത പ്രയാസങ്ങൾ നേരിടുന്നയാളാണ്. അതിനിടയിലാണ് കഷ്ടപ്പെട്ട് പണിത വീട് തന്നെ ഏത് സമയത്തും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയെ കൂടി ഇദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. തൊട്ടടുത്തുള്ള സ്ഥലം തട്ട് തിരിച്ചതിനെ തുടർന്നാണ് അഹമ്മദിൻ്റെ വീടിന് ഈ അവസ്ഥയുണ്ടായത്. ഉയർന്ന തട്ടിലായി സ്ഥിതി ചെയ്യുന്ന വീടിനടുത്ത് വരെ മണ്ണിടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ മണ്ണിടിച്ചിൽ തടയുവാനായി അഹമ്മദ് സ്വന്തം ചിലവിൽ നിർമ്മിച്ച ഭിത്തിയും തകർന്നു. യാതൊരു ദയയും കാണിക്കാതെ JCB ഉപയോഗിച്ച് നടത്തിയ പ്രവൃത്തി ഒരു നിർധന കുടുംബത്തെ ഇന്ന് വേദനയുടെ കയങ്ങളിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയുമുണ്ടായില്ലെന്ന് അഹമ്മദ് വേദനയോടെ KCN ന്യൂസിനോട് പറഞ്ഞു. 6-8 കോല് മുകളിൽ നിന്ന് ഇടിഞ്ഞിട്ട് പോണ്, തായെല്ലാം തകർന്ന് വീണ് എല്ലാം. ഇപ്പോൾ എന്ത് ചെയ്യാനത്, നമ്മളിൽ ഇങ്ങനെ റിസോർട്ടിട്ട് ഇതാക്കിയിട്ട് നമ്മൾ കുടുംബം കൊണ്ട് പോന്നല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കുറേ പൈസ ചിലവിട്ടിട്ട് നമ്മൾ കെട്ടി ഇതാക്കി. ഇനിയിപ്പോൾ താങ്ങാനുള്ള അതിനുള്ള ശക്തിയില്ല. എന്നെങ്ങനെ എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു പിടുത്തമില്ല. ആരും ഒന്ന് പറഞ്ഞ് ഇവർ തിരിഞ്ഞു നോക്കാനില്ല. നല്ലോണം ഇടിഞ്ഞു പോയി മുകളിൽ നിന്ന്. എന്ത് ചെയ്യാൻ, തകർന്ന് പോയി. വീട് തന്നെ പോകും നമ്മളെ. എന്നേടെ ഞാൻ ഈ മക്കളെല്ലാം കൊണ്ട് ഏടെ പോകുന്നത്, ഏടെ പോയിട്ട് നിൽക്കാൻ പൈസ ഒന്നുമില്ലല്ലോ. നമ്മളതിൽ ഒരു പൈസ ഇല്ല, 10 പൈസ ഇല്ല അതിനെ നേരാക്കിയതാണെന്നില്ലെങ്കിൽ. വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അഹമ്മദ് കുടുംബം പുലർത്തുന്നതെന്നും ഈ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അയൽവാസികൾ പറയുന്നു. വീടിൻ്റെ ഉടമയ്ക്ക് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആളാണ്. ഇവർക്ക് അന്നത്തെ ഓരോ ദിവസം കിട്ടിയത് അന്നത്തെ ചെലവിന് തന്നെ തികയാതെ രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പൊരിക്കൽ ഇടിഞ്ഞത് അങ്ങോട്ട് കടം വാങ്ങിച്ചിട്ട് മറ്റോ ഇതാക്കി കെട്ടി അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഇടിഞ്ഞു. ഇപ്പോൾ ആ ഏഴംഗ കുടുംബത്തിന് സുരക്ഷ എന്ന് പറയുന്നത് ഇല്ല. അത് അധികൃതർ ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മഴ വരുമ്പോൾ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ള ഈ വീട്ടിലുള്ളവരുടെ നെഞ്ചിൽ തീയാണ്. മണ്ണിടിഞ്ഞു വീണ് വീട് തകരുമെന്ന ഭീതിയിൽ പലപ്പോഴും ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഈ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്വമാണ്. ഇതിനായി അഹമ്മദ് എന്ന ഈ മനുഷ്യൻ നടത്തുന്ന ഓട്ടം കണ്ടില്ലെന്ന് അധികൃതർ നടിക്കുന്നത് വലിയൊരു ക്രൂരത തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ ആവേശക്കാഴ്ചയൊരുക്കി മണ്ണിനെ തൊട്ടെറിഞ്ഞ് കെസരടൊഞ്ഞിദിന ഗ്രാമീണ കായികോത്സവം. തുളുനാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നിരവധി ഗ്രാമീണ കായിക മത്സരങ്ങൾ കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകർന്നു. ഉദ്യാവര മാട ഗ്രാമത്തിലെ VM മാട ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം ഉദ്യാവര മാട ഗ്രാമത്തിലെ VM മാട ഫ്രണ്ട്സ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ചരിത്രപ്രസിദ്ധമായ കെസർഡൊഞ്ചി ദിന ഗ്രാമീണ കായികോത്സവം അതിവിപുലമായ പരിപാടികളോടെ നടന്നു. ഗ്രാമീണ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സഹകരണ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമീണ കായിക മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഡോക്ടർ ജയപാൽ ഷെട്ടി നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. വയലിലെ ചെളിയിൽ നടന്ന തുളുനാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായ നിരവധി ഗ്രാമീണ കായിക മത്സരങ്ങൾ, വിനോദ മത്സരങ്ങൾ എന്നിവ കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകർന്നു. നിരവധി കായിക താരങ്ങൾ പങ്കെടുത്ത മറ്റു കായിക മത്സരങ്ങളും ഇതോടൊപ്പം നടന്നു. വൈകുന്നേരം വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. പരിപാടി വിജയകരമായി നടപ്പിലാക്കിയ സംഘാടകരുടെ പരിശ്രമത്തിന് എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉദ്യാവര മാടാശ്രീ ദൈവങ്ങളുടെ പ്രധാന പുരോഹിതനായ ബീരു ചൗട്ട,
അണ്ണദൈവത്തിൻ്റെ വെളിച്ചപ്പാടനായ രാജ് വെളിച്ചപ്പാട, തമ്മ ദൈവത്തിൻ്റെ വെളിച്ചപ്പാടനായ തിമിരി വെളിച്ചപ്പാട, മുണ്ടത്തായ ദൈവത്തിൻ്റെ വെളിച്ചപ്പാടനായ മഞ്ജു വെളിച്ചപ്പാട, ആനന്ദ് ചണ്ടേൽ കപിക്കാട, VM മാഡ ഫ്രണ്ട്സ് പ്രസിഡന്റ് ഭരത് ഷെട്ടി, ഉദ്യാവര ശ്രീക്ഷേത്ര പ്രസിഡന്റ് കിരൺകുമാർ ഷെട്ടി, അഭിഭാഷകൻ നവീൻ രാജ്, ശ്രീനിലയ പൂമണ്ണ, സദാനന്ദ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. നെല്ലിക്കുന്ന് MLA ശിലാസ്ഥാപനം നടത്തി. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിന് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 1.14 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. നെല്ലിക്കുന്ന് MLA ശിലാസ്ഥാപനം നടത്തി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PM യമുന പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. LSS USS ജേതാക്കൾക്കും സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി പോകുന്ന ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങൾക്കും ഉപഹാരം നൽകി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ K രജനി, വാർഡ് കൗൺസിലർ M ശ്രീലത, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ K രഘുരാമഭട്ട്, SSK ജില്ലാ പ്രൊജക്ട് ഓഫീസർ VS ബിജുരാജ്, AO അഗസ്റ്റിൻ ബർണാഡ് മൊന്തേരോ, BPC T കാസിം, SMC ചെയർമാൻ KC ലൈജുമോൻ, MPTA പ്രസിഡന്റ് അശ്വിത ഗോകുൽ, സ്റ്റാഫ് സെക്രട്ടറി A ശ്രീകുമാർ, ആദിത്യ കുമ്പള എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് റാഷിദ് പൂരണം സ്വാഗതവും പ്രധാനാധ്യാപിക ഭാരതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മാങ്ങാട് ആര്യടുക്കം ഹൌസിലെ കലന്തർ ഷാഫിയാണ് 46.44 ഗ്രാം കഞ്ചാവുമായി മേൽപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത്. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മാങ്ങാട് ആര്യടുക്കം ഹൌസിലെ കലന്തർ ഷാഫിയെയാണ് മേൽപ്പറമ്പ് SI VK അനീഷും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 46.44 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെ കളനാട് ചട്ടഞ്ചാൽ റോഡിൽ വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചാണ് ഇയാൾ അറസ്റ്റിലായതെന്ന് പോലീസ് വ്യക്തമാക്കി. പോലീസ് വാഹനം കണ്ടതോടെ വാട്ടർ ടാങ്കിന് സമീപത്ത് സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്ന യുവാവ് പരുങ്ങിയതിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത ആര്യാടൻ ഷൗക്കത്തിന്റെ തിളക്കമാർന്ന വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF തൃക്കരിപ്പൂരിൽ പ്രകടനവും മധുരപലഹാര വിതരണവും നടത്തി. UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വം നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത ആര്യാടൻ ഷൗക്കത്തിന്റെ തിളക്കമാർന്ന വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF തൃക്കരിപ്പൂരിൽ പ്രകടനവും മധുരപലഹാര വിതരണവും നടത്തി. UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വം നൽകി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് ഹാജി, ജനറൽ സെക്രട്ടറി VV അബ്ദുള്ള ഹാജി, CMP ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം EV ദാമോദരൻ, TS നജീബ്, PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, C രവി എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമാണ് വിജയാഹ്ലാദം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്ത് കുലച്ചു നിൽക്കുന്ന ഈ വാഴക്കുല കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. കാരണം തിങ്ങി നിൽക്കുന്ന റോബസ്റ്റ കായ കാഴ്ചയിൽ ആരെയും ആകർഷിക്കുമെന്നത് തന്നെ. വെറ്റിനറി സബ് സെന്ററിന്റെ പിന്നിലായി വാഴക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്നതിനാൽ അത്രയധികം ശ്രദ്ധ കിട്ടാറില്ല. എന്നാൽ റോബസ്റ്റ വിഭാഗത്തിലെ ഈ വാഴ കുലച്ചത് സാധാരണ വാഴകൾ കുലയ്ക്കുന്ന സ്ഥലത്ത് നിന്നല്ല, തണ്ടിന്റെ മധ്യഭാഗത്ത് വെച്ചാണ് വലിയ തണ്ടലോടെ കുലച്ചത്. 10 പടലയിലധികം കായുണ്ട് കുലയിൽ. വാഴ നല്ല ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്നുമുണ്ട്. പിലിക്കോട് പഞ്ചായത്ത് ഓഫീസിൽ പലവിധ ആവശ്യത്തിനെത്തുന്നവരും വെറ്റിനറി സബ് സെന്ററിലെത്തുന്നവരും തണ്ടിൽ നിന്ന് കുലച്ച വാഴ കാണാനെത്തുന്നുണ്ട്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലസുരക്ഷാ സമിതി രൂപീകരണ യോഗം നടന്നു. ഇതോടൊപ്പം വിവിധ സ്കൂളുകളിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഫീപാഡ് പദ്ധതിയുടെ അവലോകനവും നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ബാലസുരക്ഷാ സമിതി രൂപീകരണ യോഗം നടന്നത്. ഇതോടൊപ്പം വിവിധ സ്കൂളുകളിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഫീപാഡ് പദ്ധതിയുടെ അവലോകനവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാർ നിർവഹിച്ചു. എല്ലാ ദിവസവും ബോക്സ് ഓഫീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ദുരന്തം, ഒരു വലിയ ദുരന്തം ഞാൻ നേരിൽ കണ്ടു. കണ്ടത് ഒരു ബാപ്പ ഒരു മകളെ പീഡിപ്പിച്ചിരിക്കുകയാണ്, റേപ്പ് ചെയ്തിരിക്കുകയാണ്. ആ കുട്ടി പരാതി പറയുന്നത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. ബാപ്പ ഗൾഫിലേക്ക് പോയതിന് ശേഷമാണ് ആ കുട്ടി പരാതിയുമായി വരുന്നത്. പരാതി പറയാനുണ്ടായ സാഹചര്യം, മകൾ ഉമ്മയ്ക്കൊരു കത്തെഴുതുന്നു. ആ കത്തിൽ ആ കുട്ടി പരാമർശിക്കുന്നു എന്താണ് അവിടെ നടന്നത്. അത്രമേലും ആരോടും പറയാതെ ഒളിച്ചു വെച്ചുകൊണ്ട് ആ കുട്ടി ഉമ്മായിക്ക് ഒരു കത്തെഴുതേണ്ട ഒരു സാഹചര്യം. ശരിക്കും ബാപ്പ റേപ്പ് ചെയ്തിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ പദ്ധതി അവലോകനം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ഗീത എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത സ്വാഗതവും അഡീഷണൽ CDPO നിഷ നന്ദിയും പറഞ്ഞു. രാജൻ മാസ്റ്റർ മടിക്കൈ, അനുരാഗ് പുല്ലൂർ, അഡ്വക്കേറ്റ് ഗിരീഷ് പാണംതോട്, ഉഷ അരവത്ത്, രേവതി കൊളവയൽ എന്നിവരെ ഉൾപ്പെടുത്തി ബ്ലോക്ക് ബാലസുരക്ഷാ സമിതിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സൈക്കിൾ റാലിയിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം പകർന്ന് GHS കല്യൂട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികൾക്കായി 25 സൈക്കിൾ വിതരണം ചെയ്ത് ഫ്രീമേസൺ ലോഡ്ജ് കാസർഗോഡും ഭാരത് സൈക്കിൾ കാഞ്ഞങ്ങാടും. GHSS കല്യൂട്ട് സ്കൂളിലെ ഹൈസ്കൂൾ കുട്ടികൾക്കായി 25 സൈക്കിൾ വിതരണം ചെയ്ത് ഫ്രീമേസൺ ലോഡ്ജ് കാസർഗോഡും ഭാരത് സൈക്കിൾ കാഞ്ഞങ്ങാടും. സുരേഷ് കുമാറും സുഹൃത്തുക്കളുമാണ് സൈക്കിൾ നൽകിയത്. കുട്ടികൾക്ക് ആദ്യ സൈക്കിൾ നൽകി മുഖ്യാതിഥിയായ അസിസ്റ്റന്റ് റീജിയണൽ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ CM കൃഷ്ണകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് ഈ ലോകം മൊത്തമുള്ള സംഘടനയാണ്. നമ്മുടെ എല്ലാവരെയും നല്ല മനുഷ്യരാക്കുന്നത് നമ്മുടെ മാതാപിതാക്കളും ടീച്ചേഴ്സുമാണ്. ഓൾ ദി റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്. അങ്ങനെ നല്ല ആൾക്കാരാവുന്നത്, ബെറ്റർ ആൾക്കാരെ നല്ല രീതിയിൽ കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട ആൾക്കാരായിട്ട് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെ ഉദ്ദേശം. അപ്പോൾ അതിൽ നല്ല മൂല്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ മനസ്സൊക്കെ വികസിപ്പിച്ച് ചാരിറ്റിയാണ് ഞങ്ങളുടെ മെയിൻ എയിമായിട്ട് മാറുന്നത്. ഇന്ന് നമുക്ക് ലോകമെമ്പാടും ഇത് ചെയ്യുന്ന യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഡേ സെലിബ്രേഷനാണ്. ആ ദിവസങ്ങളിൽ ഞങ്ങൾ ചാരിറ്റി പ്രോഗ്രാം, പിന്നെ ഈ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള പഠനങ്ങൾ, എഡ്യൂക്കേഷൻ, ഇത് രണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. PTA പ്രസിഡന്റ് ടി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് VJ ലഹരിക്കെതിരെ നടത്തിയ സൈക്കിൾ റാലിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ഓഫീസർ R രോഹിൻ രാജ്, സുരേഷ് കുമാർ, ഗോവിന്ദൻ, B രാജേന്ദ്ര ഷേനായി, യതീഷ് പ്രഭു, പ്രവീൺ, സിജോ കുറ്റാനിക്കാൽ, പ്രിയങ്ക വേണുനാഥൻ, അഗസ്റ്റിൻ ബേബി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ചിത്ര സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശുഭ നന്ദിയും പറഞ്ഞു. പെൺകുട്ടികളും ആൺകുട്ടികളും ലഹരിവിരുദ്ധ പ്ലക്കാർഡുമായി കല്യൂട്ട് ടൗണിൽ നടത്തിയ റാലി ശ്രദ്ധേയമായി. തുടർന്ന് ഹോസ്ദുർഗ് എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് VJ കുട്ടികൾക്കായി ലഹരിവിരുദ്ധ സെമിനാർ നടത്തി. കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ശിവകാമി, ആൽഫിൻ എന്നീ കുട്ടികൾ സംസാരിച്ചു. 8ാം തരം വിദ്യാർത്ഥിനിയായ വൈഗ വരച്ച സ്വന്തം കൈപ്പടയിൽ തീർത്ത പ്രധാനാധ്യാപികയുടെ ഫോട്ടോ സമ്മാനിച്ചു. രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചടങ്ങിന്റെ ഭാഗമായി. തുടർന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മധുരപലഹാര വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ട് ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കിൽ. നീലേശ്വരം ചെറുവത്തൂർ റൂട്ടിലോടുന്ന ഭൂരിഭാഗം ബസ്സുകളും ഓട്ടം നിർത്തിവെച്ചു. വരും മണിക്കൂറുകളിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്നാണ് സൂചന. കാഞ്ഞങ്ങാട്ട് ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കിൽ.
നീലേശ്വരം ചെറുവത്തൂർ റൂട്ടിലോടുന്ന ഭൂരിഭാഗം ബസ്സുകളും ഓട്ടം നിർത്തിവെച്ചു. വരും മണിക്കൂറിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്നാണ് സൂചന. പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ 5 മിനിറ്റിൽ കൂടുതൽ സമയം ബസ്സുകളെ നിർത്തിയിടാൻ അനുവദിക്കാതിരിക്കുകയും കൂടുതൽ സമയം നിർത്തിയിട്ട വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തി തുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് നഗരത്തിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചുകൊണ്ട് നമ്മൾ തൊഴിലാളികളുടെ വണ്ടി വെക്കാനോ ഒരു അടിസ്ഥാന സൗകര്യം, ഒന്ന് മൂത്രിക്കാൻ പോകാനോ ഒരു വെള്ളം കുടിക്കാൻ പോകാൻ സൗകര്യമില്ല. ഇതിപ്പോൾ നല്ല പറഞ്ഞിട്ട് കുറച്ച് നാൾ മുന്നേ 5 മിനിറ്റ് അനശ്വര കോൺഗ്രസിന് മുമ്പിലും 5 മിനിറ്റ് ഇവിടെയും വെക്കാനുള്ള തീരുമാനം പോലീസ് ആളുകൾ എടുത്തുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് അവിടെ വെക്കുമ്പോൾ തന്നെ ഫൈനാക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ 2 മണിക്കൂർ മുമ്പേലും വിട്ട വണ്ടിയാണ്. 2 മണിക്കൂർ മുമ്പിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് അപ്പോൾ തന്നെ പോകാൻ വേണ്ടി മൂത്രിക്കാൻ വരെ പോകാൻ സമയമില്ല. അത് മഴക്കാലമാണ്. അത് പ്രാഥമിക ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അത് ഇവിടെ വെച്ച വണ്ടിക്ക് 5 മിനിറ്റ് വെച്ച വണ്ടിക്ക് തന്നെ ഇവിടെ പോലീസ് വണ്ടി ഫുള്ള് ഫൈനാക്കി കൊണ്ടാണ് നമ്മളൊരു പ്രതിഷേധം പോലെയാണ് ഇവിടെ തീരുമാനമാവാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, ആരോടും തോൽക്കാനോ പിടിക്കാനല്ല, നമുക്ക് തീരുമാനമാവണം. നമ്മൾ മനുഷ്യന്മാരാണ്. ഉച്ചക്കല 1 മണിക്ക് വിട്ട വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ 2:50 ഇവിടെ തിരിച്ചു പോകണം. പിന്നെ 4:50 ഒന്ന് മൂത്രയിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ പിടിച്ചേക്കാൻ പറ്റാതെ മൂത്രയിക്കണമല്ലേ. അതൊരു തീരുമാനമാവാൻ വേണ്ടിയാണ്. നീലേശ്വരം ബസ് സ്റ്റാൻഡ് പൊളിച്ച് ആരുമില്ല. ഇതെല്ലാവരും അവസ്ഥ ഇതാണ്. ഒരു മനുഷ്യനെ പരിഗണന തരാൻ വേണ്ടി പറഞ്ഞു. ഒരു മനുഷ്യനെ പരിഗണന വേറെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. അറ്റകുറ്റജോലിക്കായി ബസ് സ്റ്റാൻഡ് 2 മാസമായി അടച്ചിട്ടിരിക്കുകയാണ്. പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പണിമുടക്കിയ ബസ്സുകൾ കൂട്ടത്തോടെ നിർത്തിയിട്ടെങ്കിലും ഗോവ ഗവർണർ ഇതുവഴി പോകുന്നതിനാൽ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് പിന്നീട് പണിമുടക്കിയ ബസ്സുകൾ മുഴുവൻ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കാസർഗോഡ് സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ടൗണിലെ പെട്രോൾ പമ്പിന്റെ ജനലിളക്കി മോഷണം. മേശവലിപ്പിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പണവും കള്ളൻ കൊണ്ടുപോയി. സ്ഥലം തട്ടിത്തിരിച്ചതിനെ തുടർന്ന് ഏത് സമയത്തും ഇടിഞ്ഞു വീണേക്കാവുന്ന അവസ്ഥയിൽ ഒരു വീട്. നായന്മാർ മൂലയിലെ അഹമ്മദിന്റെ വീടാണ് അപകടാവസ്ഥയിലുള്ളത്. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. NA നെല്ലിക്കുന്ന് MLA ശിലാസ്ഥാപനം നടത്തി. മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ ആവേശക്കാഴ്ചയൊരുക്കി കേസരടൊഞ്ചി ദിന. മണ്ണിനെ തൊട്ടെറിഞ്ഞ ഗ്രാമീണ കായികോത്സവം ശ്രദ്ധേയമായി. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മാങ്ങാട് ആര്യടുക്കം ഹൌസിലെ കലന്തർ ഷാഫിയാണ് പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.